അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ വേണ്ടിയിട്ട് മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അട്ടിപ്പത്തൽ ഉണ്ടാക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി ഞാനൊരു 2 ദിവസം മുന്നെയാണ് കണ്ട അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കണം തോന്നിട്ടോ. എന്തായാലും ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് അയിലയോ മത്തിയാണ് കേട്ടോ നല്ലത്. അപ്പോൾ വലിയ അയിലയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു മീഡിയം സൈസ് അയിലയാണ് കിട്ടിയത്. അതെന്തായാലും ഫ്രൈ ആവട്ടെ കേട്ടോ. അതൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ മിക്സിൻ്റെ ജാറിൽ കുറച്ച് തേങ്ങ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഒരു അളവിൽ കുറച്ച് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു അയിലമീൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഹാഫ് ഭാഗം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ക്രഷ് ആക്കി എടുക്കാനുള്ളതാണ് കേട്ടോ. മീനിൽ നമുക്ക് നോർമൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അതും കൂടി തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, ഗരം മസാലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഈ വേറൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എക്സ്ട്രാ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 3 വെളുത്തുള്ളി ഒന്ന് കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതാ ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു വെള്ളുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സവാളയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് കേട്ടോ. പച്ചമുളക് കുറച്ച് മതിയാവും കേട്ടോ. അപ്പോൾ ആ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, നിങ്ങൾ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി എടുത്തോട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലപ്പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരുന്ന വരെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഒരു മീനിന്റെ പകുതി ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങന്റെ മിക്സും അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ മീനിന്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി കുത്തി ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു കുഴൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കുന്നതിനേക്കാളൊക്കെ അത്യാവശ്യം ഒന്നും കൂടി വെള്ളം കൂടിയിട്ട് ആ ഒരു പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലതാ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ. നമ്മൾ കയ്യിലൊക്കെ വെച്ചാൽ ഇതേപോലെ നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോണ ആ ഒരു അത്ര വെള്ളം കൂടുതൽ വേണം നമ്മുടെ ഈ ഒരു മാവിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതാ നല്ലൊരു വാഴൻ്റെ ഇല വേണം കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്നാക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലും കൂടി കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം നമ്മളെ കയ്യിൽ ഇങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ കയ്യിൽ വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വാഴൻ്റെ ഇല എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് പരത്തി എടുക്കുക. ചെറിയ വാഴൻ്റെ ഇല ആണെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വലുപ്പത്തിൽ പരത്തി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മീൻ്റെയും തേങ്ങൻ്റെ ഒക്കെ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, നമുക്ക് ലെയറായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ സെക്കൻഡ് ലെയർ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം വേറൊരു വാഴൻ്റെ ഇല എടുത്തിട്ട് അതിലേക്കും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് സ്പ്രെഡ് ആക്കിയാൽ മാത്രമേ നമുക്കിത് പരത്തിയെടുക്കാനും പിന്നെ അതുപോലെ തന്നെ മറ്റേ ആ ഒരു തട്ടിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു സെക്കൻഡ് ലെയർ വെക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ തേച്ച് കൊടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ ലെയറും കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ആ ഒരു പത്തിലിന്റെ മേലെ ആയിട്ട് ഇത് ഇതേപോലെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ വിട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു ഇത് അവിടെ സെറ്റായിട്ട് നിന്നോളൂ കേട്ടോ. പിന്നെ നമുക്കിത് വലിക്കാനും എടുക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും നൈസായിട്ടാണ് നമ്മൾ വെള്ളം കൂട്ടിയിട്ടാണല്ലോ പരത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ലെയർ മസാലയും പിന്നെ 3 പ്രാവശ്യമായിട്ടുള്ള പത്തലും കൂടിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം മസാലയും ആ ഒരു മാവും ഉണ്ടോ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതാ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഷേപ്പും കൂടി കിട്ടും.
ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അവിടെ സെറ്റായിരുന്നോളും. പിന്നെ നമ്മൾ ആവി കയറ്റുന്ന സമയത്ത് അത് പോരും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി ഒരു വാഴയുടെ ഇല കൂടി തന്നെയാണ് നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ആ ഒരു വാഴൻ്റെ ഇലൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ ആ ഒരു പത്തലിൽ വരികയും ചെയ്യും കേട്ടോ. ഇനി മേൽഭാഗത്തും ഒരു വാഴൻ്റെ ഇല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ് വേണം കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പൊ നമുക്കറിയാൻ പറ്റും കേട്ടോ മാവ് വെന്തോ ഇല്ലേന്നുള്ളത്. മാവ് മാത്രം വെന്താൽ മതി കേട്ടോ. ഉള്ളിലത്തെ നമ്മൾ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതാ നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ മാവൊക്കെ നല്ല ഹാർഡായിട്ടുണ്ടാവും. പിന്നെ നമുക്കിതൊന്ന് ചൂടാറാനൊന്ന് വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വായൻ്റെ ഒക്കെ ആ ഒരു ഡിസൈനൊക്കെ അതേപോലെ വന്നിട്ടുണ്ട്. വായൻ്റെ അല്ല കേട്ടോ, വായൻ്റെ ഇലൻ്റെയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത്. അതാ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കട്ടോ. നല്ല ടേസ്റ്റിയാണ്. മീനിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നല്ലോണം ഉണ്ടാവും കേട്ടോ. മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. എന്തായാലും ഇത് കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് കാണുന്നതും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നതും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെയോ ബീഫിൻ്റെയൊക്കെ ഫില്ലിങ്സ് ഇതിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റമളാനിലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.